നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബൈക്കിൽ യാത്ര ചെയ്യവേ കാറിടിപ്പിച്ച് വധിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ യുവാവ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി. കാരാട് നായാട്ടുകല്ല് തുളിശ്ശേരി അഷ്മിൽ എന്ന 20-കാരനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വനത്തിനുള്ളിൽ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്ന 4 ഉന്നതികളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രി GR അനിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമായി ആസൂത്രണ സമിതിക്ക് ഓഫീസ് അനുവദിച്ചതിനെതിരെ വഴിക്കടവ് പഞ്ചായത്ത് LDF മെമ്പർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചു. അകമ്പാടം കുറുവൻപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം മൈമൂന വധക്കേസ് പ്രതിയുടേത്. കാവന്നൂർ വാക്കാലൂർ സ്വദേശി അബ്ദുൾ അസീസാണ് മരിച്ചത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള 3ാം ഗഡു 20 ലക്ഷം രൂപ വീതം 450 പേർക്ക് ആകെ 9 കോടി രൂപ അനുവദിച്ചു. പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ ചെക്ക് SBI മണിമൂളി ബ്രാഞ്ച് മാനേജർക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. ബൈക്കിൽ യാത്ര ചെയ്യവേ കാറിടിപ്പിച്ച് വധിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ യുവാവ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി. കാരാട് നായാട്ടുകല്ല് തുളിശ്ശേരി അഷ്മിൽ എന്ന 20-കാരനെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ BS ബിനു അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 12 മണിക്ക് ശേഷം മമ്പാട് പൊങ്ങല്ലൂരിൽ വെച്ചാണ് സംഭവം. അഷ്മിലുമായി വിവാഹം ഉറപ്പിച്ചെന്ന് പറയുന്ന യുവതി മറ്റൊരു യുവാവിനൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ കാർ ഇടിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വാരിയലിന് പരിക്കേറ്റ യുവാവ് വണ്ടൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ ആളുടെ പരാതിയിലാണ് വധശ്രമത്തിന് കേസെടുത്തതെന്നും പ്രതിയെ തൃശൂരിൽ വെച്ച് ഡാൻസ് ആപ്പ് ടീമാണ് പിടികൂടിയതെന്നും പോലീസ് പറഞ്ഞു. തെളിവെടുപ്പിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി. വനത്തിനുള്ളിൽ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്ന 4 ഉന്നതികളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രി GR അനിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ ആര്യടൻ ഷൗക്കത്ത് MLA സഞ്ചരിക്കുന്ന റേഷൻ കട ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ പോത്തുകല്ല് പഞ്ചായത്തിലെ കുമ്പളപ്പാറ ഉൾപ്പെടെയുള്ള ഉന്നതികളിൽ ആ ഉന്നതികളിൽ താമസിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവരുടെ റേഷൻ വാങ്ങാൻ എത്തിച്ചേരണമെങ്കിൽ 4 മുതൽ 9 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് റേഷൻ കടയിലെത്തുവാൻ, അതുകൊണ്ട് തന്നെ നിരവധി പ്രയാസങ്ങൾ, ഓരോ മാസത്തെയും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിപ്പോകാനുള്ള അസൗകര്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഭക്ഷ്യവകുപ്പ് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യമായി കൃത്യതയോടുകൂടി ഭക്ഷ്യധാന്യം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നത്. വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ ആര്യടൻ ഷൗക്കത്ത് MLA സഞ്ചരിക്കുന്ന റേഷൻ കട ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ന് ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഈ പദ്ധതി നിങ്ങളുടെ വീട്ടിലേക്ക് റേഷൻ എത്തിക്കുന്ന മൊബൈൽ റേഷനിങ് സംവിധാനം അത് ഉണ്ടാക്കിയെടുക്കാൻ അതിന് നേതൃത്വം നൽകിയ മന്ത്രിയെയും അതുപോലെ തന്നെ സംവിധാനങ്ങളെയും എല്ലാം അഭിനന്ദിക്കുന്നു. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നേടിയെടുക്കാമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പോത്തുകൽ പഞ്ചായത്തിലെ ഇരുട്ടുകുത്തി, തരിപ്പപ്പൊട്ടി, വാണിയമ്പുഴ, കുമ്പളപ്പാറ എന്നീ ഉന്നതകളിലെ 130 കുടുംബങ്ങൾക്കാണ് സഞ്ചരിക്കുന്ന റേഷൻ കട സഹായകരമാവുക. ഒറ്റപ്പെട്ടതും യാത്രാ സൗകര്യങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകുന്നതിനായാണ് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. പകൽ പോലും കാട്ടാനകൾ മേയുന്ന കാട്ടിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ആദിവാസികൾ റേഷൻ വാങ്ങുവാൻ കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചിരുന്നത്. കുമ്പളപ്പാറ ഉന്നതിയിലെ കുടുംബങ്ങൾ 10 കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിച്ചു വേണം മുണ്ടേരിയിലെ റേഷൻ കടയിലെത്താൻ. സഞ്ചരിക്കുന്ന റേഷൻ കട സജ്ജമാകുന്നതോടെ ഇവരുടെ കഷ്ടപ്പാടിന് അറുതിയാകും. ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ മിഷൻ
അംഗം വി രമേശൻ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ജോസ്, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുനീസ, മെമ്പർമാരായ പി മാധവൻ, അനിൽകുമാർ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ടി അജിത് കുമാർ, ജില്ലാ സപ്ലൈ ഓഫീസർ എ എസ് ബീന, നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വി പി ബാലകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശേഷം ആദിവാസി കുടുംബങ്ങൾക്കുള്ള റേഷൻ സാധനങ്ങളുടെ വിതരണവും നടന്നു. പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമായി ആസൂത്രണ സമിതിക്ക് ഓഫീസ് അനുവദിച്ചതിനെതിരെ വഴിക്കടവ് പഞ്ചായത്ത് LDF മെമ്പർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചു. വളരെ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് ഓഫീസില്ല, മെമ്പർമാർക്ക് ഇരിപ്പിടമോ ഓഫീസോ ഇല്ല. നിരവധി തവണ പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇതുവരെയും പരിഹാരമാകാത്തതിനെ തുടർന്നാണ് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ ആസൂത്രണ സമിതിയുടെ ബോർഡ് എടുത്തു മാറ്റാം എന്നും മെമ്പർമാർക്ക് റൂം അനുവദിക്കാം എന്നുമുള്ള ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. മെമ്പർമാരായ ബിനു പോൾ, ഉമ്മു ഹബീബ, സെൽവി മനോജ്, ശശി പുള്ളോലിൽ, അബൂബക്കർ, അഹമ്മദ് കുട്ടി, നദീറ സഫ്വാൻ, ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. അകമ്പാടം കുറുവൻ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം മൈമൂന വധക്കേസ് പ്രതിയുടേത്. കാവനൂർ വാക്കാലൂർ സ്വദേശി അബ്ദുൾ അസീസാണ് മരിച്ചത്. ഏകദേശം 3 ദിവസത്തെ പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. 2010 അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൈമൂന വധക്കേസിലെ പ്രതിയാണ് ഇയാൾ. ആദിവാസി നഗറിന് സമീപം പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടത്. നിലമ്പൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചാളെ തിരിച്ചറിഞ്ഞത്. കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇയാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 9-ാം തീയതി ഇയാൾ പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള 3ാം ഗഡു 20 ലക്ഷം രൂപ വീതം 450 പേർക്ക് ആകെ 9 കോടി രൂപ അനുവദിച്ചു. പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ ചെക്ക് SBI മണിമൂളി ബ്രാഞ്ച് മാനേജർക്ക് കൈമാറി. വൈസ് പ്രസിഡന്റ് ഉഷ വേലു, സ്റ്റാൻഡിംഗ് ചെയർമാൻമാർ, സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു. നിലവിൽ ലിൻഡൽ സ്റ്റേജ്, റൂഫ് സ്റ്റേജ്, ഭവന നിർമ്മാണം പൂർത്തീകരിച്ച എന്നീ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും തുക ലഭ്യമാകും. മാർച്ച് 20-ന് ശേഷം തുക ലഭ്യമായിട്ടില്ലെങ്കിൽ ഗുണഭോക്താക്കൾ VEO ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് VEO നൌഷാദ് പി അറിയിച്ചു. LDF സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ ജനദ്രോഹ നടപടികൾക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ നയിക്കുന്ന ജീവിത സമരയാത്രയുമായി ബന്ധപ്പെട്ട് വടക്കൻ മേഖലാ ജാഥയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി. പരിപാടി MLA ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത്ര കാലം കബളിപ്പിച്ച് പോയ ഒരു സർക്കാർ, റിട്ടയർഡ് ജീവനക്കാരെ, സർവീസിലുള്ള ജീവനക്കാരെ, ഇതുപോലെ കേരളത്തിൽ നിരവധി ഇടതുപക്ഷ ഭരണങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാർ എത്ര തവണ മുഖ്യമന്ത്രിയായി നമ്മുടെ പിന്തുണയോട് കൂടി തന്നെ 2 കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. C. അച്യുതമേനോനും PK വാസുദേവൻ നായർ. അല്ലാതെ ഇടതുപക്ഷ മന്ത്രിമാർ നിങ്ങൾക്കറിയാം, EMS ഉണ്ട്, EK നായനാരുണ്ട്, VS അച്യുതാനന്ദനുണ്ട്, ഒക്കെ മുഖ്യമന്ത്രിമാരായ. ഇതുപോലെ ജനങ്ങളെ കബളിപ്പിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു. എന്നിട്ട് അവസാനം 294 മാസത്തെ കുടിശ്ശിക നിങ്ങൾക്ക് തരാം എന്നൊരൊറ്റ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന് അവർക്ക് കിട്ടിയ ധൈര്യം എന്താ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്ത് ധൈര്യത്തിലാണ് പ്രഖ്യാപിച്ചതെന്ന്? അവർക്ക് എന്തായാലും ഇത് കൊടുക്കേണ്ടി വരില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ 294 ദിവസത്തെ ഒരൊറ്റ പ്രഖ്യാപനം നടത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിലമ്പൂർ TV പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് സ്വീകരണം നൽകി. ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെതിരെ ബഹുജനങ്ങളിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന് MLA സൂചിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MP മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജാഥ മാനേജർ T വിനയദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് VA ലത്തീഫ്, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ NP രാമകൃഷ്ണൻ, CP തോമസ്, ജില്ലാ പ്രസിഡന്റ് KA സുന്ദരൻ,
സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ നായർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശിവരാമൻ നായർ, ജില്ലാ സെക്രട്ടറി കെ രഘുനാഥ്, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് പൊന്നമ്മ തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി കുര്യൻ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം MC മാത്തുക്കുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം സേതു മാധവൻ, നിയോജക മണ്ഡലം സെക്രട്ടറി യൂസഫ് സിദ്ദിഖ്, ട്രഷറർ ശബരീഷൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണ യോഗത്തിന് ജാഥ ക്യാപ്റ്റൻ MP വേലായുധൻ നന്ദി പറഞ്ഞു. വിവിധ സംഘടനാ പ്രതിനിധികളായ MK ബാലകൃഷ്ണൻ, ഉമ്മർ കോയ, ചാലിൽ ഉണ്ണികൃഷ്ണൻ, ഡെയ്സി ടീച്ചർ, മിഥിലേഷ്, വിവിധ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ജാഥ ക്യാപ്റ്റന് ഹാരമണിയിച്ച് അഭിവാദ്യങ്ങൾ നേർന്നു. CPIM എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EN മോഹൻദാസ് അനുശോചന യോഗം സംഘടിപ്പിച്ചു. എടക്കര നവോദയ വായനശാലയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം P ഷബീർ അധ്യക്ഷനായി. എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് U ഗിരീഷ് കുമാർ, PC നാഗൻ, PK ജിഷ്ണു, കോൺഗ്രസ് എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ, CPI എടക്കര ലോക്കൽ സെക്രട്ടറി വിനയരാജൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PK മുജീബ്, BJP നിയോജക മണ്ഡലം സെക്രട്ടറി സുധീഷ് ഉപ്പട എന്നിവർ സംസാരിച്ചു. അമരമ്പലം പഞ്ചായത്തിലെ 16-ാം വാർഡ് പൂക്കോട്ടുംപാടത്ത് തൊഴിലുറപ്പ് പദ്ധതി റോസ്ഗാർ പരിപാടിയുടെ ഭാഗമായി തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. പായമ്പാടത്ത് വെച്ച് നടന്ന പരിപാടി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ ഉദ്ഘാടനം ചെയ്തു. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികളെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം K രത്നകുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി ശിവദാസൻ പദ്ധതി വിശദീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ V മോഹൻദാസ്, AITA V സജ്ന, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് C സുജാത, മുൻ പഞ്ചായത്ത് അംഗം PV കരുണാകരൻ, അമ്മിണി സീതക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികൾക്കായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. താനൂർ ഫിഷറി സ്കൂളിൽ നിർമ്മിച്ച വാനനിരീക്ഷണ കേന്ദ്രവും ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രവും സ്ട്രീം ഹബ്ബുകളും ഐ ലാബുകളും കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇതേ വിദ്യാലയം തന്നെ നമ്മുടെ കായിക മേഖലയിലെ മാറ്റങ്ങൾക്കായി കേരള സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള ഒരു സെന്റർ കൂടി ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതിന്റെ ഭാഗമായി നമ്മളിപ്പോൾ ഒരു സ്റ്റേഡിയം ഗ്രൗണ്ട് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ കളിക്കാനുള്ള വ്യത്യസ്തങ്ങളായ 2 ഗ്രൗണ്ടുകൾ കൂടി അതിന്റെ നിർമ്മാണം കൂടി നടക്കുക. ഇതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിൽ കൂടുതൽ സെമിനാറുകൾ സംഘടിക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളടക്കമുള്ള വ്യത്യസ്തങ്ങളായുള്ള സെമിനാറുകൾക്ക് വേദികരിക്കുന്ന ഏറ്റവും പുതിയൊരു ഓഡിറ്റോറിയം കൂടി നമ്മൾ നിർമ്മിക്കുകയാണ്. ഏകദേശം 3.5 കോടി രൂപ ചെലവിലാണ് ഓഡിറ്റോറിയം നിർമ്മാണം നമ്മൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിർമ്മിച്ച ഏറ്റവും വലിയ വാനനിരീക്ഷണ കേന്ദ്രമാണിത്. താനൂർ നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ അധ്യക്ഷത വഹിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര മുഖ്യാതിഥിയായി. താനൂർ ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഏറ്റവും വലിയ അറിവുൽപാദന കേന്ദ്രമാക്കി വളർത്തുന്നതിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചതായി മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഗവേഷകർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. മികച്ച അക്വേറിയവും കടലിനെ അടുത്തറിയുവാനുള്ള സൗകര്യവും അടിയന്തര ഘട്ടങ്ങളിൽ കടലിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ബന്ധപ്പെടാനുള്ള സംവിധാനവും ഒരുക്കും. മന്ത്രിയും താനൂർ MLAയുമായ V അബ്ദുറഹ്മാന്റെ ആസ്തി വികസന നിധിയിൽ നിന്നും 2.5 കോടി രൂപ ഉപയോഗിച്ച് നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന്റെ കീഴിൽ വരുന്ന ബാംഗ്ലൂർ വിശ്വേശ്വര ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയവും കോഴിക്കോട് പ്ലാനറ്റോറിയവും സംയുക്തമായാണ് ഈ വാനനിരീക്ഷണ കേന്ദ്രവും ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രവും നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 6 മീറ്റർ വ്യാസമുള്ള ഡോമോട് കൂടിയ വാനനിരീക്ഷണ കേന്ദ്രമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. 14 ഇഞ്ച് അപ്പർച്ചർ ഉള്ള അത്യാധുനിക വിദേശ നിർമ്മിത ടെലിസ്കോപ്പാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം. കൂടാതെ 12 ഇഞ്ച് ടെലിസ്കോപ്പും റിഫ്രാക്റ്റീവ് ടെലസ്കോപ്പും നിരീക്ഷണത്തിനും സമുദ്ര നിരീക്ഷണത്തിനും കൂടി സഹായകരമായ ബൈനോക്കുലറുകളും ഉൾപ്പെടുന്നു. ഇതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സമഗ്ര ശിക്ഷ കേരളയുടെയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സ്ട്രീം ഹബ്ബുകളും ഐ ലാബുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ജില്ലാ ഫിഷറീസ് ഉപഡയറക്ടർ KB രമേശ്, കുസാറ്റ് സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി ഡയറക്ടർ P ഷൈജു, തിരൂരങ്ങാടി DEO K ശശികുമാർ, SSK മലപ്പുറം MD മഹേഷ്, താനൂർ AEO PV ശ്രീജ, GRFT HSS HM C ഇന്ദു, VHSC പ്രിൻസിപ്പൽ K ഭാസ്കരൻ, താനൂർ BPC റിയോൺ ആന്റണി, ജില്ലാ ശാസ്ത്ര ക്ലബ് സെക്രട്ടറി മനീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും യൂണിയൻ ഭാരവാഹികളും ആശംസകൾ അറിയിച്ചു. താനൂർ GRF THSS പ്രിൻസിപ്പൽ K ജയന്തി നന്ദി പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.